നാം സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. അല്ല, സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രണയത്തിൽ പ്രായത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ പ്രണയം എന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ളതല്ല, അത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഇഴയടുപ്പമാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ ജന്മതീയതി നോക്കിയാണോ ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലും അല്ലല്ലോ. ആ കണ്ണ് നിറയുമ്പോൾ നിങ്ങളുടെ നെഞ്ച് പിടയുന്നുണ്ടോ? അവരുടെ ചിരിയിൽ നിങ്ങളുടെ ലോകം പ്രകാശിക്കുന്നുണ്ടോ? അവിടെയാ പ്രണയം. നമുക്ക് ഇന്ന് ഇതിൻ്റെ പല തലങ്ങളെക്കുറിച്ച് വളരെ പേഴ്സണലായി സംസാരിക്കാം. തയ്യാറല്ലേ? കൺസെപ്റ്റ് ഓഫ് ഏജ്. നമ്മുടെ സൊസൈറ്റി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. പ്രായം കുറഞ്ഞ പെൺകുട്ടി, പ്രായം കൂടിയ ആൺകുട്ടി, ഇതാണ് നോർമൽ എന്ന് പലരും പറയും. പക്ഷേ സ്നേഹത്തിന് എവിടെയാ നിയമങ്ങൾ? പ്രായം എന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. മെച്യൂരിറ്റി എന്നത് പ്രായത്തിനൊപ്പം വരുന്ന ഒന്നേയല്ല, അത് അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഉണ്ടാവുന്നതല്ലേ. ചിലപ്പോൾ 20കാരന് 40 വയസ്സുകാരനേക്കാൾ പക്വതയുണ്ടാകാം. അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ 5 വർഷമോ 10 വർഷമോ ഉള്ള വ്യത്യാസം ഒരു തടസ്സമേ അല്ല. മനസ്സുകൾ തമ്മിൽ സിങ്ക് ആകുന്നുണ്ടോ എന്നതാ പ്രധാനം. ചാലഞ്ചസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പ്രായവ്യത്യാസം കൂടുമ്പോൾ ചില വെല്ലുവിളികളൊക്കെ വരാം. അത് നമുക്ക് കാണാതിരിക്കാനൊന്നും കഴിയില്ല. രണ്ട് വ്യത്യസ്ത ജനറേഷനുകളിൽ വളർന്നവരാകുമ്പോൾ താല്പര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാം. ഒരാൾക്ക് ഒരു പക്ഷേ പഴയ പാട്ടുകളോടായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് പുതിയ ട്രെൻഡുകളോടും. പക്ഷേ ആ വ്യത്യാസങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാ കാര്യം. നീ എന്നെക്കാൾ ചെറുപ്പമല്ലേ, നിനക്കറിയില്ല എന്നോ നീ പഴയ ആളല്ലേ എന്നോ പറഞ്ഞ് മാറ്റി നിർത്താതെ ആ വ്യത്യാസങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. സ്നേഹം എന്നത് ഒരാളെ മറ്റൊരാളാക്കി മാറ്റലല്ല, മറിച്ച് അവർ എങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ അംഗീകരിക്കില്ല. സൊസൈറ്റി പ്രഷർ. ലോകം എന്ത് പറയും? ഇതാ പലരെയും തളർത്തുന്നത്. നാട്ടുകാർ സംസാരിക്കും, വീട്ടുകാർ എതിർക്കും. പക്ഷേ ഓർക്കൂ, നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് നിങ്ങളല്ലേ, നാട്ടുകാരല്ലല്ലോ. ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാൻ നാട്ടുകാരുണ്ടാവില്ല, നിങ്ങളുടെ പങ്കാളി മാത്രമേ ഉണ്ടാവൂ. പ്രായവ്യത്യാസമുള്ള പ്രണയങ്ങളിൽ വിശ്വാസവും പരസ്പര ബഹുമാനവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാം. നിങ്ങൾ ഹാപ്പിയാണോ എങ്കിൽ ലോകം എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കേണ്ടതില്ല. സ്നേഹിക്കാൻ ധൈര്യം വേണം. ആ ധൈര്യമാ പ്രണയത്തിന്റെ വിജയം. ഇമോഷണൽ മെച്യൂരിറ്റി. പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ കാര്യം അതിൻ്റെ ആഴമാ. ഒരാൾക്ക് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും, മറ്റൊരാൾക്ക് ജീവിതത്തിലേക്ക് പുതിയ ആവേശവും ഊർജവും കൊണ്ടുവരാൻ കഴിയും. ഇതൊരു നല്ല ബാലൻസാ. പ്രണയം എന്നാൽ എപ്പോഴും ഒരേ പ്രായത്തിലുള്ളവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല, പരസ്പരം താങ്ങാവുക എന്നതാ. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ കരുത്താവുക. അവിടെ പ്രായത്തിന് എന്താ പ്രസക്തി? നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഒരാൾക്ക് വേണ്ടി മാത്രമാണെങ്കിലേ അവിടെ പ്രായം നോക്കി പിന്മാറുന്നത് ആ സ്നേഹത്തോടുള്ള അനീതിയാ. കമ്മ്യൂണിക്കേഷൻ. പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷനാണ്. പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണും. പ്രായം കുറഞ്ഞവർ അത് തമാശയായി എടുത്തേക്കാം. ഇവിടെയാ തർക്കങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവയൊക്കെ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നോ എൻ്റെ പേടി ഇതാ എന്നോ പാർട്ട്ണറോട് തുറന്നു പറയൂ. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും ആശങ്കകളും പങ്കുവയ്ക്കുമ്പോൾ ആ പ്രായത്തിൻ്റെ ഗ്യാപ്പ് അവിടെ ഇല്ലാതാകും. സംസാരം കുറയുമ്പോഴാ ദൂരങ്ങൾ കൂടുന്നത്, അത് പ്രണയത്തിലായാലും ജീവിതത്തിലായാലും. ഇൻട്രസ്റ്റ്. രണ്ട് പ്രായത്തിലുള്ളവർ ഒന്നിക്കുമ്പോൾ രണ്ട് തരം താല്പര്യങ്ങളായിരിക്കും ഉണ്ടാകുക. ഒരാൾക്ക് ഒരുപക്ഷെ ശാന്തമായി വീട്ടിലിരിക്കാനായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് യാത്രകൾ പോകാനും ബഹളങ്ങൾക്കും ആയിരിക്കും താല്പര്യം. ഇതിനെ ഒരു പ്രശ്നമായി കാണാതെ പരസ്പരം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണൂ. നിങ്ങളുടെ പങ്കാളിയുടെ പ്രായത്തിലേക്കും അവരുടെ ഇഷ്ടങ്ങളിലേക്കും ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കൂ. ആ ലോകം എത്ര മനോഹരമാണെന്ന് അപ്പോൾ മനസ്സിലാകും. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായതുകൊണ്ടാണ് ആ ബന്ധം ഇത്രയും കളർഫുൾ ആവുന്നത്. ആ വൈവിധ്യത്തെ ആഘോഷിക്കുക. ഇൻസെക്യൂരിറ്റീസ്. നമുക്കിടയിൽ പലപ്പോഴും വില്ലനാകുന്നത് ഇൻസെക്യൂരിറ്റികളാണ്. എനിക്ക് പ്രായം കൂടുന്നു, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾ വന്നാൽ എന്നെ അവൾ വിട്ടുപോകുമോ എന്ന ചിന്ത ചിലപ്പോൾ പ്രായം കൂടിയ ആൾക്കുണ്ടാകാം. അതുപോലെ എൻ്റെ പങ്കാളി എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള ആളല്ലേ, എനിക്ക് അവരോടൊപ്പം എത്താൻ പറ്റുമോ എന്ന് മറ്റേ ആൾക്കും തോന്നാം. സ്നേഹം എന്നതേ ഒരു മത്സരമൊന്നുമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ സാന്നിധ്യമാ, നിങ്ങളുടെ സാമീപ്യമാ. ആ ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ ഓരോ ഇൻസെക്യൂരിറ്റിക്കും നിങ്ങളുടെ ബന്ധം തകർക്കാൻ കഴിയില്ല. ഫ്യൂച്ചർ ഗോൾസ്.
ഒരു ബന്ധം തുടങ്ങുമ്പോൾ പ്രായം പ്രശ്നമല്ലെന്ന് തോന്നുമെങ്കിലും ഭാവി കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ, ജോലി, സാമ്പത്തിക ഭദ്രത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണോ ഉള്ളതെന്ന് നോക്കണം. പ്രായവ്യത്യാസം കൂടുമ്പോൾ ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിൽ ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചാൽ ആ യാത്ര സുഗമമാകും. ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളിലേക്ക് പരസ്പരം കൈപിടിച്ച് നടക്കുക. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ പലപ്പോഴും മൂന്നാമതൊരാൾക്ക് വലിയ സ്ഥാനമുണ്ടാകാറുണ്ട്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇത് ശരിയാകില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകും. എന്നാൽ ഓർക്കൂ, നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അവർക്കറിയില്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് പ്രായം മാത്രമേ കാണാൻ കഴിയൂ, പക്ഷേ നിങ്ങൾക്ക് മാത്രമേ സ്നേഹം കാണാൻ കഴിയൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റുകൾ കേട്ട് വിഷമിക്കരുത്. നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആണെങ്കിലേ കാലം പോകെ എല്ലാവരും അത് അംഗീകരിക്കും. സത്യസന്ധമായ പ്രണയത്തിന് മുന്നിൽ ലോകം എപ്പോഴും തോറ്റുകൊടുത്തിട്ടേ ഉള്ളൂ. കോൺഫിഡൻസ്. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത് കോൺഫിഡൻസ് ആണ്. ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് ചേരുന്ന ഒരാളെയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബന്ധത്തെ സംശയത്തോടെ കണ്ടാലേ ലോകം അതിൽ കുറ്റം കണ്ടുപിടിക്കും. തല ഉയർത്തിപ്പിടിച്ച് പറയുക, അതെ, ഞങ്ങൾക്കിടയിൽ പ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ഞങ്ങൾ ഹാപ്പിയാ. ആ ഒരു ആത്മവിശ്വാസം മതി ഏത് നെഗറ്റീവ് കമൻറ്റുകളെയും നിശബ്ദമാക്കാൻ. സ്നേഹത്തിൽ മാന്യതയും സത്യസന്ധതയും ഉണ്ടെങ്കിലേ നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? സ്നേഹം എന്നതേ ഒരു അത്ഭുതമാണ്. അത് എപ്പോൾ, ആരോട്, എങ്ങനെ തോന്നുമെന്നൊന്നും പറയാൻ കഴിയില്ല. പ്രായത്തിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ച് സ്നേഹത്തെ തളച്ചിടരുത്. നിങ്ങളുടെ പങ്കാളിയുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ, ആ കൈകൾ കോർത്തു പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ കരുത്ത് തോന്നുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നിങ്ങളുടെ ലോകം. പ്രായം നോക്കിയല്ല, മനസ്സ് നോക്കി പ്രണയിക്കൂ, സ്നേഹം പകരൂ, സന്തോഷമായിരിക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.